നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. അവസാന ദിവസം വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഭൂപതിവ് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം നടത്തിവരുന്ന റിലേ സത്യാഗ്രഹത്തിന് ഫലമുണ്ടായെന്ന് PJ ജോസഫ് MLA. തൊടുപുഴയിൽ സ്കൂട്ടർ യാത്രികരുടെ മേൽ മരം ഒടിഞ്ഞു വീണ ഒരാൾക്ക് പരിക്കേറ്റു. മോർ ജംഗ്ഷന് സമീപം പാണക്കാട്ട് ഫർണിച്ചർ മാർട്ടിനടുത്താണ് അപകടം. ഒരു കുടുംബത്തിലെ 3 പേർ 3 മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡായ വണ്ടമറ്റത്താണ് വാണിയ കിഴക്കേൽ കുടുംബക്കാരുടെ പോരാട്ടം. തൊമ്മത്തുകാരുടെ സ്വന്തം പോസ്റ്റ്മാൻ വിരമിച്ചു. 40 വർഷത്തെ സേവനത്തിന് ശേഷം ആദ്യ പോസ്റ്റ്മാനായ കളപ്പുരയ്ക്കൽ വർഗീസ് വ്യാഴാഴ്ച സർവീസിൽ നിന്നും വിരമിച്ചു. വാർത്തകൾ വിശദമായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായി ഇന്ന് തൊടുപുഴ നഗരസഭയിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. 3 മുന്നണികളുടെയും സ്വതന്ത്രരും ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പേരും ഇന്നാണ് പത്രിക നൽകിയത്. തൊടുപുഴയ്ക്ക് സമീപമുള്ള വിവിധ പഞ്ചായത്തുകളിൽ അവസാന ദിവസമായ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വൈകിയതാണ് അവസാന ദിവസം തിരക്കിന് കാരണമായത്. ഭൂപതിവ് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം നടത്തിവരുന്ന റിലേ സത്യാഗ്രഹത്തിന് ഫലമുണ്ടായെന്ന് PJ ജോസഫ് MLA. കൃഷിക്കാർക്ക് വേണ്ടി ശ്രീ ചിദംബരവും, പ്രസിദ്ധനായ ചിദംബരവും ശ്രീ മാത്യു കൂടനാടുമാണ് വാദിച്ചത്. ജഡ്ജിൻ്റെ ആദ്യത്തെ വാചകം തന്നെ ഒരു ജില്ലയിൽ മാത്രമായി ഒരു നിയമം നിലനിൽക്കുമെന്ന് ചോദിച്ചു. എത്ര ഗവൺമെൻറ് പറയുന്ന പരിസ്ഥിതി വിഷയമുള്ളതുകൊണ്ടാണ് എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു ജില്ലയിലെ മാത്രമായി നിലനിൽക്കുമോ? അത് ഡിസ്ക്രിമിനേറ്ററിയാണ്, അങ്ങേയറ്റം പക്ഷപാതപരമാണ്. 13 ജില്ലകളിലുള്ള അവകാശം ഒരു ജില്ലയ്ക്ക് നിഷേധിക്കുന്നത് തെറ്റാണ്. ഈ വാദഗതികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെൻറ് അപ്പീൽ തള്ളി. ഇനി നടപ്പാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നിർവാഹമില്ല. ഞാനൊരു 10-15 കൊല്ലമായി നടത്തുന്ന പോരാട്ടമാണിത്. അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഈ വിഷയം കൊണ്ടുവന്നു. ഈ കാര്യം പറഞ്ഞാണ് മൂന്നാറിലെ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിപ്പിച്ചത്. മറ്റ് ജില്ലകളിലുള്ള അത്രയും അവകാശം ഇടുക്കിയിലെ ആളുകൾക്ക് ഉണ്ടാകും എന്നൊരൊറ്റ ഓർഡർ ഇറക്കിയാൽ തീരും. പട്ടയം ലഭിച്ചിരിക്കുന്ന മുഴുവൻ ആൾക്ക് അവകാശം ഉണ്ടായിരിക്കും. അത് ഏറ്റവും വേഗം ഗവൺമെൻറ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഫോഴ്സ് പ്രൊസീജിയർ നീട്ടിക്കൊണ്ടുപോയാൽ കോടതി അലക്ഷ്യമായിരിക്കും. ഗവൺമെൻറ് ഇതിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 75 ദിവസം നീണ്ടുനിന്ന ഒരു റിലേ സത്യാഗ്രഹത്തിന് ഫലമുണ്ടായിരിക്കുന്നു. വർഷങ്ങളായിട്ടുള്ള പോരാട്ടത്തിന് ഫലമുണ്ടായിരിക്കുന്നു.
ഇടുക്കി ജില്ലയിലെ കർഷകർക്കെതിരെയുള്ള നിലപാടിനെതിരെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. തൊടുപുഴയിൽ സ്കൂട്ടർ യാത്രക്കാരൻ്റെ മേൽ മരം ഒടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മോർ ജംഗ്ഷന് സമീപം പാണക്കാട്ട് ഫർണിച്ചർ മാർട്ടിനടുത്താണ് അപകടം. മുട്ടം ശങ്കരപ്പള്ളി സ്വദേശിയായ സ്കൂട്ടർ യാത്രികൻ മേപ്പനംകുന്നേൽ രാജൻ പിള്ളയ്ക്കാണ് പരിക്കേറ്റത്. തൊടുപുഴ നഗരമധ്യത്തിൽ സ്കൂട്ടർ യാത്രക്കാരന്റെ മേൽ മരമൊടിഞ്ഞു വീണ് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ മോർ കവലയ്ക്ക് സമീപം പാണങ്കാട്ട് ഫർണിച്ചർ മാർട്ടിനടുത്താണ് അപകടം. മുട്ടം ശങ്കരപ്പള്ളി സ്വദേശിയായ സ്കൂട്ടർ യാത്രികൻ മേപ്പനംകുന്നേൽ രാജൻ പിള്ളയ്ക്കാണ് പരിക്കേറ്റത്. സെന്റ് മേരീസ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി. മോർ ജംഗ്ഷനോട്ട് വരുന്നതാണ്. വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. ഹെൽമെറ്റുമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു മരത്തിൻ്റെ ശിഖരം എൻ്റെ തലയിൽ വീണമെന്നായിട്ട് എനിക്ക് തോന്നി. നിലത്ത് വീണു, വണ്ടി മറിഞ്ഞു. പരിക്കുകളെന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ ഇവിടെ കുറച്ച് മുറിവുണ്ട്. പിന്നെ കൈപ്പൊട്ടയിൽ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, പിന്നെ വേദന. ഈ ഭാഗത്ത് നിരവധി മരങ്ങൾ അപകട ഭീഷണിയിലുണ്ട്. എന്നാൽ മരം മുറിക്കുന്നതിന് അനുവാദം ലഭിക്കണമെങ്കിൽ നിരവധി കടമ്പകൾ കടക്കണം. ഇതിനിടെ പരിസ്ഥിതി പ്രേമികൾ എതിർപ്പുമായും വരും. അപകടം ഉണ്ടായ ശേഷമേ പലപ്പോഴും നടപടി ഉണ്ടാകാറുള്ളൂ. അപകട ഭീഷണിയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് റോയൽ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കോലാനി 31-ാം വാർഡിലെ അപർണ കുടുംബശ്രീയിലേക്ക് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും അനുവദിച്ച വായ്പയിൽ തിരിമറി നടത്തിയതായി പരാതി. പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും പറയപ്പെടുന്നു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ കോലാനി 31-ാം വാർഡിലെ അപർണ കുടുംബശ്രീയിലേക്ക് ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും അനുവദിച്ച വായ്പയിൽ തിരിമറി നടത്തിയതായി പരാതി. 2017 മാർച്ചിലാണ് ഇടുക്കി ജില്ലാ ബാങ്കിൽ നിന്നും അപർണ കുടുംബശ്രീയിലേക്ക് 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് 2 ലക്ഷം രൂപ വെച്ച് 4 ഗ്രൂപ്പുകൾ സെക്രട്ടറി വീണ രതീഷ് ഉൾപ്പെടെ 16 പേർ വായ്പ എടുത്തത്. എല്ലാ മാസവും 2000 രൂപ വീതം സെക്രട്ടറിയുടെ പക്കൽ യൂണിറ്റ് അംഗങ്ങൾ ഏൽപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ 2017 മാർച്ച് മാസത്തിൽ അവിടെ ഉണ്ടായിരുന്നു ജില്ലാ ബാങ്കിൽ നിന്ന് ഒരു ഗ്രൂപ്പിന് 2 ലക്ഷം രൂപ വെച്ച് ലോൺ എടുത്തിരുന്നത്. ഒരു ഗ്രൂപ്പിൽ ഒരാൾക്ക് 50,000 രൂപ വെച്ച്. അങ്ങനെ 16 പേരാണ് ഈ ലോൺ എടുത്തേക്കുന്നത്. 2018 സെപ്റ്റംബർ മുതൽ ബാങ്കിൽ പൈസ ചെന്നിട്ടില്ല. ഇപ്പോൾ 1,40,000 രൂപ ബാങ്കിൽ കുടിശ്ശിയാണ്. ഞങ്ങളെല്ലാവരും അടച്ചു തീർക്കുക. അന്ന് മുതൽ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ കയറി ഇറങ്ങുകയാണ്. ഇവർ 15-ാം തീയതി പറയും, 30-ാം തീയതി പറയും. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ 30-ാം തീയതി 15-ാം തീയതി അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ 1 വർഷവും 40 ദിവസമായി. ബാങ്കുകാർ ഞങ്ങളുടെ പേര് കേസെടുത്തേക്കോ, ഞങ്ങളുടെ ആധാർ വെച്ച് അവർ ബ്ലോക്ക് ചെയ്തേക്കോ. ഞങ്ങൾക്ക് ഒരിടത്തുനിന്ന് ഒന്നും കിട്ടില്ല. ഇവർ രംഗത്ത് വരുവോ ഇല്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു. അവരാരും ഞങ്ങളുമായിട്ട് ഇടപെടുന്നില്ല. ഇതിനകത്ത് പ്രക്ഷോഭം എന്ന് പറഞ്ഞ ഒരാൾ അവളുമായിട്ട് ചെന്ന് ഡേറ്റ് പറയും, അവർ പോരും. ഇത് മാത്രമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഞങ്ങൾക്കിപ്പം നിലവിൽ ആ ആധാർ വിട്ട് കിട്ടിയാലേ ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കോലഞ്ചേരി മോനല് ചികിത്സയിലുള്ള ആളാണ് ഞാൻ. എനിക്കിപ്പോൾ ആശുപത്രി പോകാനോ ഇതിന്റെ ചികിത്സ നടക്കാനോ നിർത്തിയില്ല. 28 മാസം അവധിക്ക് എടുത്തിരുന്ന വായ്പ അവധി തീരുന്നതിന് മുൻപ് തന്നെ എല്ലാവരും അടച്ചു തീർത്തിരുന്നു. എന്നാൽ 2018 സെപ്റ്റംബർ മുതൽ ബാങ്കിൽ പണം അടച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ജില്ലാ ബാങ്കിൽ നിന്നും യൂണിറ്റ് അംഗങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും അംഗങ്ങളുടെ ആധാർ കാർഡുകൾ പിടിച്ചുവെക്കുകയും ചെയ്തു. കുടുംബശ്രീ സെക്രട്ടറിയുടെ ചതി മനസ്സിലാക്കിയ അംഗങ്ങൾ വീണ രതീഷിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചെത്തിയപ്പോൾ അവർ അവിടെ നിന്നും മാറി തെക്കും ഭാഗത്ത് താമസമാക്കിയതായി അറിയാൻ കഴിഞ്ഞു. പുതിയ വീട്ടിലേക്ക് ബാങ്കിലേക്ക് അടയ്ക്കാനുള്ള പണം ആവശ്യപ്പെട്ടെത്തിയപ്പോൾ യൂണിറ്റ് അംഗങ്ങളുടെയും ബാങ്കിന്റെയും പേരെഴുതി വെച്ച് താനും ഭർത്താവും ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കുകയാണ് ഉണ്ടായത്. ഓരോ അംഗങ്ങളുടെയും ഡെപ്പോസിറ്റ് തുകയായ 2,400 രൂപയും ഇവർക്ക് നഷ്ടമായി. ഓരോ ഗ്രൂപ്പിനും 50,000-ഓളം രൂപ വീതമാണ് സെക്രട്ടറി ബാങ്കിൽ അടയ്ക്കാനുള്ളത്. ഹൃദ്രോഗികൾ ഉൾപ്പെടെ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരാണ് അപർണ കുടുംബശ്രീയിലെ യൂണിറ്റ് അംഗങ്ങൾ. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനും ചികിത്സാ ചെലവിനും മറ്റുമായി ലോൺ എടുക്കുക എന്നത് മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ഏക പോംവഴി. എന്നാൽ ലോൺ അടച്ചു തീർത്ത് ആധാർ തിരികെ കൈപ്പറ്റിയാൽ മാത്രമേ ലോൺ ലഭിക്കുകയുള്ളൂ എന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാതെ നഗരസഭയിൽ പരാതി നൽകിയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാനാണ് അവർ നിർദ്ദേശിച്ചത്. കഴിഞ്ഞ മാർച്ചിൽ CIയുടെ മുൻപിൽ പരാതി നൽകിയെങ്കിലും അദ്ദേഹം സ്ഥലം മാറിപ്പോയി. പകരം ചുമതലയേറ്റ ഉദ്യോഗസ്ഥൻ ആവട്ടെ യൂണിറ്റ് അംഗങ്ങളെ സമീപിക്കുന്നതിന് പകരം ഇടതുപക്ഷ പ്രാദേശിക നേതാവിനെ വിവരം അറിയിച്ചു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. CPM പ്രാദേശിക നേതാക്കൾ പോലീസിനെ സ്വാധീനിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത്. തുക ഇവർ അടയ്ക്കുമെന്ന് പ്രാദേശിക നേതാവ് അംഗങ്ങൾക്ക് 1 വർഷത്തോളമായി ഉറപ്പ് നൽകി വരുന്നു. ഇതുവരെയായും 1 രൂപ പോലും ബാങ്കിൽ അടയ്ക്കാനുള്ള ശ്രമം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. തൊഴിലാളി വർഗത്തിനു വേണ്ടി നിലകൊള്ളുന്ന CPM നേതാവ് ചെയ്യേണ്ടത് തങ്ങളെ സഹായിക്കുകയായിരുന്നുവെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു.
ഒരു കുടുംബത്തിലെ 3 പേർ 3 മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡായ വണ്ടമറ്റത്താണ് വാണിയക്കിഴക്കൽ കുടുംബക്കാരുടെ പോരാട്ടം. തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും മെമ്പർ ഒരേ കുടുംബാംഗമായിരിക്കും. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡായ വണ്ടമറ്റത്താണ് കുടുംബക്കാരുടെ പോരാട്ടം. UDF, LDF, NDA സ്ഥാനാർത്ഥികളെല്ലാം വാണിയക്കിഴക്കൽ കുടുംബാംഗങ്ങളാണ് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. LDF സ്ഥാനാർത്ഥിയായി പോൾസൺ മാത്യു വാണിയക്കിഴക്കൽ, UDF സ്ഥാനാർത്ഥിയായി ടൈറ്റസ് വാണിയക്കിഴക്കൽ എന്ന് വിളിക്കുന്ന ജോർജ് ജോസഫ്, NDA സ്ഥാനാർത്ഥിയായി പാട്രിക് ജോർജ് വാണിയക്കിഴക്കലുമാണ് മത്സരിക്കുന്നത്. ബാലകൃഷ്ണപിള്ള വിഭാഗം KTUC സംസ്ഥാന പ്രസിഡന്റാണ് LDF സ്ഥാനാർത്ഥി പോൾസൺ. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ്, വണ്ടമറ്റം റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ്, വണ്ടമറ്റം കേരള പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ്, വാണിയക്കിഴക്കൽ കുടുംബയോഗം സെക്രട്ടറി, കോതമംഗലം രൂപത കേരള ലേബർ മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും പ്രവർത്തിക്കുന്നു. അതുപോലെ എന്തെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നേടിക്കൊടുക്കുവാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രചോദനം. പിന്നെ ഈ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് എനിക്കെതിരെ നിൽക്കുന്ന 2 സഹോദരങ്ങൾ നിൽക്കുന്നത്. UDFൻ്റെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം NDAയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത്. അത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഗുണം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഏറെ സന്തോഷിക്കുക. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കാരണം കുടുംബയോഗത്തിൻ്റെ ഒരു സെക്രട്ടറി എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വാണിയക്കിഴക്കൽ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയാണ് നിലവിൽ. അപ്പോൾ തീർച്ചയായും അവർ കടന്നു വരുമ്പോൾ അവർക്കുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മത്സരിക്കാൻ താല്പര്യങ്ങളുണ്ടെങ്കിൽ അതിനൊരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവർ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുന്നതോടൊപ്പം തന്നെ അവർ മത്സരിക്കട്ടെ. വിജയം തരുന്നത് ഒരാൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മറിച്ച് അവരുടെ മത്സര സാധ്യതകളെ ഒരിക്കലും ഞാൻ ഒരു നിരുത്സാഹപ്പെടുത്തുന്നില്ല. കാരണം അവർക്കും എന്നെപ്പോലെ മത്സരിക്കാനുള്ള അവകാശമുള്ളതുകൊണ്ട് കുടുംബയോഗത്തിൻ്റെ ഈ സെക്രട്ടറി എന്ന നിലയിൽ തീർച്ചയായും ഞാൻ എന്നെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചോളം വേറെ പറയുമ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതായത് നിലവിൽ കേരള കോൺഗ്രസ് B എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ഇവിടെ കടന്നു വരികയും അതിനുശേഷം അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് 15 വർഷക്കാലം എനിക്ക് ഇടുക്കി ജില്ലാ പ്രസിഡൻ്റായിട്ട് തുടരാൻ സാധിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ അതിൻ്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ KTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അതോടൊപ്പം വണ്ടമറ്റം മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വണ്ടമറ്റത്ത് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിനും അതോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള കേരള പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും അതുപോലെ കേരള ലേബർ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന കോതമംഗലം രൂപതയുടെ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചുകൊണ്ട് ഈ മേഖലയിൽ എല്ലാ രീതിയിലും മണ്ഡപത്തിൻ്റെ എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊരു അംഗമായിരുന്നുകൊണ്ട് അതിന് മുൻകൈയിൽ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എനിക്ക് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുവാകുമ്പോൾ അവരെ നമുക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വീകരണമാണ് എന്നെ ഈ മത്സരിക്കാൻ വീണ്ടും പ്രചോദനമാക്കി തീർത്തത്. കേരള കോൺഗ്രസ് നേതാവാണ് ടൈറ്റസ്. നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം, വാണിയക്കിഴക്കൽ കുടുംബയോഗം വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നു. ബാംഗ്ലൂരിൽ ഏറെ നാൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് NDA സ്ഥാനാർത്ഥി പാട്രിക്. എന്തായാലും വാണിയക്കിഴക്കൽ കുടുംബക്കാർക്ക് കണ്ണുമടച്ച് വോട്ട് ചെയ്യാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ആര് മെമ്പറായാലും കുടുംബക്കാരനായിരിക്കും എന്നത് തന്നെ. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാത അടച്ചതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മല അരയ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാനനപാത സ്ഥിരമായി അടച്ച് മല അരയ സമുദായ ചരിത്രവും പൈതൃകവും ആരാധനാലയങ്ങളും ആചാരങ്ങളും വിസ്മൃതിയിലേക്കാണ് നയിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. സഭാ പ്രസിഡന്റ് CR ദിലീപ് കുമാർ, വനിതാ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കരിഷ്മ അജേഷ് കുമാർ, KK പുഷ്പരാജൻ, MN ഗോപാലകൃഷ്ണൻ, ഗോപകുമാർ നെല്ലിപ്പുള്ളിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശബരിമല പൈതൃക കാനനപാത ഇപ്പോൾ കേരളത്തിലെ ഭരണാധികാരികൾ അടച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം. കാനനപാത എന്ന് പറയുന്നത് ശബരിമല ഉണ്ടായ കാലം മുതലേ അയ്യപ്പ ഭക്തന്മാർ, മലയരന്മാരും ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരും കാനനപാതയിലൂടെ നടന്ന ഉള്ള യാത്രയാണ് യഥാർത്ഥ പുണ്യ യാത്ര. അതിനുശേഷം അയ്യപ്പനെ ദർശിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ശബരിമല യാത്ര എന്ന് പറയുന്നത്. ആ യാത്ര എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ നിർദ്ദേശിച്ചിരിക്കുന്നത് മലയര കുലദൈവമായ ഭഗവാൻ മലയരന്മാർ താമസിക്കുന്ന 18 മലകൾ, ആ മലകളിലൂടെ സന്ദർശിച്ച് എൻ്റെ ആളുകളെ ദർശിച്ചതിന് ശേഷമാണ് എന്നെ ദർശിക്കാൻ എത്തേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഭഗവാന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ലക്ഷം വരുന്ന ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് വേറൊരു ക്ഷേത്രമില്ല ശബരിമല പോലെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ. എല്ലാ മതസ്ഥരെയും എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് തുല്യമായി കാണുന്ന ഭഗവാൻ, അതാണ് ശ്രീ അയ്യപ്പൻ.
അയ്യപ്പൻ്റെ ദർശനം ലഭിക്കുന്നതിന് നമ്മൾ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് അതിന് 1-ാം തീയതി മുതൽ ദർശനം നൽകുന്ന ആളുകൾ അതിനു മുമ്പേ 41 വ്രതം എടുക്കുന്നുണ്ട്. മലയാളിമാരെ സംബന്ധിച്ച് കൃത്യമായിട്ടും വൃശ്ചികം 1 മുതലുള്ള 41 ദിവസമാണ് പ്രധാനമായിട്ട്. പിന്നെ മകരവിളക്ക് തെളിക്കുന്ന ഇതുമായിട്ട് അങ്ങനെ 2 മാസം വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. ഭൂരിഭാഗം ആളുകളും 41 വ്രതം സ്വീകരിച്ച് ഈ പാതയിലൂടെ നടന്നു തന്നെ, അതായത് മലയരന്മാരുടെ കാരണവന്മാർ അധിവസിക്കുന്ന മലകളാണ് കരിമല അരയനാണ് നമ്മുടെ ശബരിമലയുടെ ആദ്യത്തെ പടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കരിമല അരയൻ്റെ കല്ലറ അല്ലെങ്കിൽ ആ സാന്നിധ്യം കരിമല കൂടിയുള്ള ദർശനമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങളെ മാത്രമല്ല, എല്ലാ ശബരിമല യാത്ര ഭക്തിയിലുള്ള നടന്ന യാത്ര ഉള്ള ആളുകളുടെ എല്ലാവരുടെയും പുണ്യ തീർത്ഥാടന കേന്ദ്രവും പുണ്യ വഴിയും ശബരിമല യാത്രയിലെ പ്രധാന വഴിയാണ് ഈ കാനനപാത. നമ്മൾ മലയാളന്മാരുടെ ഈ പൈതൃകമായിട്ടുള്ള കാനനപാത തുറന്നു തരണം, ഇത് അടച്ചിരിക്കുന്നത് ശരിയല്ല എന്നാണ് അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. തൊമ്മൻകുത്തുകാരുടെ സ്വന്തം പോസ്റ്റ്മാൻ വിരമിച്ചു. ഇവിടുത്തെ ആദ്യ പോസ്റ്റ്മാനായ കളപ്പുരയ്ക്കൽ വർഗീസ് ഇന്ന് സർവീസിൽ നിന്നും വിരമിച്ചു. 40 വർഷത്തെ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം സർവീസിൽ നിന്നും ഇന്ന് പടിയിറങ്ങുന്നത്. തൊമ്മൻകുത്തിന്റെ ആദ്യ പോസ്റ്റ്മാൻ കളപ്പുരയ്ക്കൽ വർഗീസ് തന്റെ 40 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചു. 1981 ജനുവരി 5-നാണ് തൊമ്മൻകുത്തിൽ പോസ്റ്റ് ഓഫീസ് തുടങ്ങിയത്. കളപ്പുരയ്ക്കൽ വർഗീസിന്റെ ആദ്യ പോസ്റ്റിംഗും അവിടെ തന്നെയായിരുന്നു. കാടും മലയും കയറിയിറങ്ങിയുള്ള 40 വർഷത്തെ സേവനത്തിന് ശേഷമാണ് തൊമ്മൻകുത്തിന്റെ ആദ്യ പോസ്റ്റ്മാൻ പടിയിറങ്ങുന്നത്. 25-ാം വയസ്സിലാണ് വർഗീസ് ജോലിയിൽ പ്രവേശിക്കുന്നത്. തൊമ്മൻകുത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവായിരുന്നു സേവന മേഖല. പലയിടത്തും റോഡില്ല, സൈക്കിൾ പോലും കയറാത്ത അവസ്ഥ. തൊമ്മൻകുത്ത് പുഴയ്ക്ക് കുറുകെ പാലവും ഉണ്ടായിരുന്നില്ല. വള്ളത്തിൽ മറുകരയ്ക്ക് പോകും. ഇരുകരയിലും വള്ളം നോക്കി നിൽക്കുന്ന പലരും കത്തിന്റെ ഉടമകളായിരിക്കും. മുണ്ടൻമുടിയിൽ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതിനു ശേഷമാണ് സേവന മേഖലയുടെ ദൈർഘ്യം അല്പം കുറഞ്ഞത്. മലയോരത്തും ദൂരസ്ഥലങ്ങളിലേക്കുമുള്ള സാധാരണ കത്തുകൾ അയൽവാസികളുടെ കയ്യിൽ കൊടുത്തുവിടും. ഉത്തരവാദിത്വത്തോടെ എത്തിക്കുന്നവരാണെന്ന് ഉറപ്പിച്ച് കത്ത് ഏൽപ്പിക്കൂ. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം ടെലിഗ്രാമും മണി ഓർഡറും എത്തിക്കുക എന്നതായിരുന്നു. ഫോൺ സർവ്വസാധാരണമായതോടെ ടെലിഗ്രാമിന്റെ പ്രാധാന്യം കുറഞ്ഞു. കള്ളിപ്പാറ മുണ്ടൻമുടി വരെ പോസ്റ്റൽ സേവനം എത്തിക്കാൻ ദിവസവും 25-ലേറെ കിലോമീറ്റർ കാൽനട യാത്ര ചെയ്തിരുന്ന കാലവും ഓർമ്മയിലുണ്ട്. വനത്തിലൂടെയുള്ള സാഹസിക യാത്രയായിരുന്നു ഇതിലേറെയും. 40 വർഷത്തിനിടയിൽ ഒത്തിരി പേർക്ക് സർക്കാർ ജോലിക്കുള്ള നിയമന ഉത്തരവെത്തിച്ചു. പലർക്കും പാസ്പോർട്ടും വിസയും കൈമാറാനും കഴിഞ്ഞു. അങ്ങനെ നാടിന്റെയും നാട്ടാരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്ന സേവനകാലം. ജോലിയിലെ സുഖമുള്ള അനുഭവമായിരുന്നു ഇതെന്ന് വർഗീസ് പറയുന്നു. 25-ാമത്തെ വയസ്സിൽ 1981 ജനുവരി 5-ാം തീയതി തൊമ്മൻകുത്തിൽ ഒരു പോസ്റ്റ് ഓഫീസ് തുടങ്ങുകയും അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ ഓഫീസിൽ ജോലി ചെയ്യുകയും ചെയ്തു വരികയായിരുന്നു. എൻ്റെ ഈ 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ന് ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. ഒരുപാട് ഓർമ്മകളും സന്തോഷവും എല്ലാം നൽകിയ നല്ലൊരു ജീവിതമായിരുന്നു എൻ്റെ ഈ 40 വർഷം. എൻ്റെ സ്നേഹമുള്ള എൻ്റെ നാട്ടുകാർ എന്നോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്ക് 99% നീതി പുലർത്തി പടിയിറങ്ങാൻ സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. പറഞ്ഞാൽ ഇതൊരു മലമ്പ്രദേശമാണ്. മുണ്ടൻമുടി, പള്ളിപ്പാറ, നാരിങ്ങാനം, മണ്ണുക്കാട് ഇങ്ങനെയുള്ള വനമേഖലകളിൽ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നു. ഈ പ്രദേശങ്ങളിലേക്കൊന്നും വാഹന സൗകര്യമോ ഇതൊന്നും റോഡ് ഒന്നും ഉണ്ടായിരുന്നൊരു കാലമായിരുന്നില്ല ഈ 1981 എന്ന് പറയുന്നത്. ഇവിടുന്ന് കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 15 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട്. ഞാൻ അവിടെ നടന്നു പോയി കത്ത് വിതരണം ചെയ്യുകയും തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ നല്ലൊരു ഔദ്യോഗിക ജീവിതമായിരുന്നു എൻ്റേത്. തൊടുപുഴ നഗരസഭ 2-ാം വാർഡിൽ ഇത്തവണ നടക്കുന്ന മത്സരത്തിൽ അല്പം കൗതുകം കൂടിയുണ്ട്. LDF, UDF സ്ഥാനാർത്ഥിമാരായി ഇത്തവണ ജനവിധി തേടുന്നത് ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണെന്നുള്ളതാണ് പ്രത്യേകത.
സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകി പരസ്പരം കുടുംബകാര്യം പറഞ്ഞ് രണ്ട് സ്ഥാനാർത്ഥികൾ. ഈ കാഴ്ച കാണണമെങ്കിൽ തൊടുപുഴ നഗരസഭ 2-ാം വാർഡിലേക്ക് വരണം. കാരണം ഇരു മുന്നണികളിലുമായി മത്സരിക്കുന്നത് ഒരേ കുടുംബത്തിൽ നിന്നുമുള്ളവർ. UDF സ്ഥാനാർത്ഥിയായി സിനി ഷാജിയും LDF സ്ഥാനാർത്ഥിയായി സജിമി ഷിംനാസുമാണ് 2-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. നിലവിലെ വാർഡ് കൗൺസിലർ ഷിംനാസിന്റെ ഭാര്യയാണ് LDF സ്ഥാനാർത്ഥി സജിമി ഷിംനാസ്. ഷിംനാസിന്റെ പിതാവിന്റെ സഹോദരന്റെ മകന്റെ ഭാര്യയാണ് UDF സ്ഥാനാർത്ഥി സിനി ഷാജി. ഒരു കുടുംബത്തിൽ നിന്നുമുള്ള 2 പേർ ഒരു വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് കുടുംബ ബന്ധത്തെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ 2 പേർക്കും മറുപടിയുണ്ട്. മത്സരം നമുക്കിപ്പോൾ ഈ കുടുംബം റിലേഷൻ അത് വെച്ചുള്ള ഒരു മത്സരം അല്ലല്ലോ. നമ്മൾ 2 പാർട്ടിക്കാർ തമ്മിലുള്ള മത്സരം, അത് ജനങ്ങളല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവർ തീരുമാനിക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. കുടുംബമായിട്ട് നമ്മളിത് യോജിപ്പിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ അടുത്തടുത്തുള്ളവരെ ഒരു കുഴപ്പമില്ല. നമ്മൾ കുടുംബമായിട്ട് അത് പാർട്ടീനെ പറ്റി നമ്മളതിനെപ്പറ്റി സംസാരിക്കണില്ലല്ലോ. 2 പേര് 2 ഘട്ടത്തിൽ നിൽക്കണു, അവർ പറയണത് നമ്മൾ കേൾക്കണു, അത്രേ ഉള്ളൂ. അതിൽ വിജയപ്രതീക്ഷ നിൽക്കണ 2 പേർക്കും കാണുമല്ലോ. എനിക്കും ഉണ്ട്, ഇയാൾക്കും ഉണ്ട്. 2 പേർക്കും വിജയപ്രതീക്ഷയുണ്ട്. ഇനിയെല്ലാം അണികളുടെ കയ്യിലാണ്. ആദ്യം വിഷമം ഉണ്ടായിരുന്നു, പിന്നെ പാർട്ടിയിൽ നിന്ന് നല്ല പ്രസ് ഉണ്ടായപ്പം നിൽക്കണമെന്ന് തന്നെ ഉള്ളൊരു നിലപാടിലായി. നല്ല വിജയപ്രതീക്ഷ ഉണ്ട്. പറഞ്ഞല്ലോ, ചേച്ചീനെ തോൽപ്പിക്കണില്ല, പാർട്ടി പരമായിട്ടുള്ള തോൽവിയും ചെയ്യുവാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇരുവരും. 2 സ്ഥാനാർത്ഥികളും വാർഡിൽ 2 തവണ പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ഇരു സ്ഥാനാർത്ഥികളും ഭർത്താക്കന്മാരോടൊപ്പമാണ് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നതും. കേരളത്തിലെങ്ങും ഇന്നു തെരഞ്ഞെടുപ്പ് വീണ്ടും പല പാർട്ടി ജനസേവകർ മത്സരമായി മുന്നിൽ. ജില്ലയിലും ബ്ലോക്കിലും തദ്ദേശ ഭരണമല്ലോ വിധി എഴുതാൻ ജനമെങ്ങും കാത്തിരിക്കയല്ലോ. വികസന വാഗ്ദാനം നേരുന്നോരിതാ, പുതു ആശയങ്ങൾ പകരുന്നോരിതാ, നൽകാ സമ്മതിദാനം. ഭർത്താവ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തുടരുവാനാണ് സജിമി വോട്ട് അഭ്യർത്ഥിക്കുന്നതെങ്കിൽ വാർഡിൽ മാറ്റങ്ങൾക്കായാണ് സിനി വോട്ട് തേടുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ തൊടുപുഴ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ നിലപാട് അറിയിക്കൽ സമരം നടത്തി. DCC സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഇടത് സർക്കാരിന്റെ ധാർഷ്ട്യത്തിനെതിരെ ആഞ്ഞടിച്ച യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ ഇടത് സർക്കാർ തകർത്തെറിഞ്ഞ സിവിൽ സർവീസിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുവാനും സിവിൽ സർവീസിൽ പടർന്നു കയറുന്ന ഇടത് സമാന്തര സംവിധാനങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടും ശമ്പളം കവരുന്ന തൊഴിലാളി വിരുദ്ധ നയം തിരുത്തണമെന്നും ശമ്പള പരിഷ്കരണം, ആരോഗ്യ ഇൻഷുറൻസ്, ലീവ് സറണ്ടർ, DA എന്നിവ അനുവദിക്കണമെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷൻ തൊടുപുഴ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ നിലപാടറിയിക്കൽ സമരം നടത്തി. DCC സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. യോജിച്ചുള്ളൊരു മുന്നേറ്റം കേരളത്തിലെ ജനാധിപത്യ സംഘടനകളെല്ലാം യോജിച്ചുള്ള സമര മാർഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമരത്തിൻ്റെ ആളിക്കത്തൽ ഉണ്ടാകാത്തതിന് കാരണം കോവിഡ് മാനദണ്ഡങ്ങളാണ്. കാരണം നമ്മൾ സർക്കാർ ജീവനക്കാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒട്ടേറെ സമരങ്ങൾ നടത്തി. അപ്പോൾ ചില ആളുകൾ പറഞ്ഞത് ഈ സമരം ചെയ്തുകൊണ്ടാണ് കോവിഡ് വ്യാപിക്കുന്നത് എന്നാണ്. അതിനു വേണ്ടിയിട്ടല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, തോമസ് ഐസക്കിന് ക്വാറന്റൈൻ കഴിയേണ്ട ഇതുണ്ടായത് സമരം ചെയ്തുകൊണ്ടാണോ എന്ന് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ക്വാറന്റൈൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചവരാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു ഗവൺമെൻറ് ഉണ്ടോ? 4.5 വർഷക്കാലമായി ഇങ്ങനൊരു ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ലത് പറയാൻ ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ പോലും തയ്യാറാകാത്ത സാഹചര്യമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇതിൽ മുഴുകി നിൽക്കുവാണ്. സ്ഥാനാർത്ഥികളൊക്കെ LDFൻ്റെ വരുമ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് വീടുകളിലോട്ട്. ഇപ്പോൾ അധികം ആളുകൾ വീടുകളിൽ ചെല്ലണ്ട എന്നുള്ളതുകൊണ്ടും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും ഇങ്ങനെ കാണിച്ച ശരി ലാൽസലാം പറഞ്ഞുകൊണ്ട് പിരിയുന്ന ഒരു കാലഘട്ടമാണ്. NGO അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രാജേഷ് ബേബി, ജില്ലാ വൈസ് പ്രസിഡന്റ് CS ഷമീർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ബിജു, CH ബാബു, സിന്ധു എന്നിവർ സംസാരിച്ചു. തൊടുപുഴ ഈസ്റ്റ് ബ്രാഞ്ച് പ്രസിഡന്റ് പീറ്റർ K എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ഒരു വിഭാഗമാണ് ഫോട്ടോഗ്രാഫി മേഖല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ സ്റ്റുഡിയോകൾ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ഫോട്ടോ എടുക്കുവാൻ എത്തിത്തുടങ്ങിയതോടെ
മിക്ക സ്റ്റുഡിയോകളിലും തിരക്കേറി. തെരഞ്ഞെടുപ്പായതോടെ സ്ഥാനാർത്ഥിമാരും കളത്തിലിറങ്ങി തുടങ്ങി. സ്ഥാനാർത്ഥിമാരുടെ ഫോട്ടോ അടങ്ങിയ ബോർഡുകളും പോസ്റ്ററുകളും കവലകൾ തോറും വെക്കണമെങ്കിൽ ഫോട്ടോഗ്രാഫർമാരുടെ സേവനവും കൂടിയേ തീരൂ. ഫോട്ടോ എടുക്കുവാൻ സ്റ്റുഡിയോകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നതും. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ഒരു വിഭാഗമായിരുന്നു ഫോട്ടോഗ്രാഫി മേഖല. വിവാഹങ്ങളുടെയും ഉത്സവങ്ങളുടെയും തുടങ്ങി ഫോട്ടോഗ്രാഫർമാർ എത്തിപ്പെടേണ്ട എല്ലാ ആഘോഷങ്ങളുടെയും സീസണുകൾ കോവിഡ് കവരുകയായിരുന്നു. വിവാഹങ്ങൾ ഉൾപ്പെടെ വെറും ചടങ്ങിൽ ഒതുങ്ങിയപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഒഴിവാക്കാവുന്ന ഒരു വിഭാഗമായി ഈ മേഖലയും മാറി. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇതിൽ മാറ്റം വന്നിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ബുദ്ധിമുട്ടിലായ ഫോട്ടോഗ്രാഫി, ഡിസൈനിങ്, പ്രിൻറ്റിംഗ് മേഖല ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്ന അവസരത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നിരിക്കുന്നത്. ധാരാളം സ്ഥാനാർത്ഥികൾ ഫോട്ടോ എടുക്കുവാനും ഡിസൈനിങ് ചെയ്യുവാനും പോസ്റ്ററുകൾ പ്രിൻ്റ് ചെയ്യുവാനും എത്തിയിരിക്കുന്നതിനാൽ ജില്ലയിലെ സ്റ്റുഡിയോകളിലും ഡിസൈനിങ് സെൻറ്ററുകളിലും പ്രിൻറ്റിംഗ് സ്ഥാപനങ്ങളിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ തിരക്കുകൾ കൂടുതൽ ഊർജിതമാകുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണ് ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പ്രിൻറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും. സോഷ്യൽ മീഡിയയിലായാലും മറ്റ് പ്രചരണങ്ങളിലായാലും സ്ഥാനാർത്ഥികൾക്ക് ഫോട്ടോ ഇല്ലാതെ മത്സര രംഗത്ത് കളമുറപ്പിക്കാനാവില്ല. ചിരിച്ചും ചെരിഞ്ഞും കൈ ഉയർത്തിയുമെല്ലാം ഫോട്ടോ എടുക്കുവാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ തന്നെ വേണം. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കൂടി ആകുന്നതോടെ ഇനിയും തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റുഡിയോ ഉടമകളും ജീവനക്കാരും. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ആദിവാസി സമൂഹത്തോട് വഞ്ചന കാണിച്ചതായി കൊലുമ്പൻ കോളനി ഊരുമൂപ്പനും കൊലുമ്പൻ്റെ കൊച്ചുമകനുമായ തേനൻ ഭാസ്കരൻ കാണി പറഞ്ഞു. കൊലുമ്പൻ കോളനിയിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥി രമേശ് പൊന്നാട്ടിന് വേണ്ടി പൂജ നിർവഹിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 4 തവണയും റോഷി അഗസ്റ്റിൻ MLA വിജയിയായത് കൊലുമ്പൻ സമാധിയിലെത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയ ശേഷമായിരുന്നു. 4 തവണയും MLAയുടെ നിറകിൽ കൈവച്ച് അനുഗ്രഹിച്ച തേനൻ ഭാസ്കരനാണ് MLAക്കെതിരെ പൊട്ടിത്തെറിച്ചത്. 70 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് അടുത്തിടെ സമാധി സ്ഥലം നവീകരിച്ചത്. UDF ഭരണകാലത്താണ് ഇടുക്കി അണക്കെട്ടിന്റെ വഴികാട്ടിയായ കൊലുമ്പന് വേണ്ടി വെള്ളാപ്പാറയിൽ സമാധി സ്ഥലം നവീകരിച്ച് നിർമ്മിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. പിന്നീട് ഏറെ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിലാണ് അടുത്തിടെ കൊലുമ്പൻ സമാധിയുടെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ കൊലുമ്പൻ സമാധിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയോ വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള നടപടികൾ എങ്ങും എത്തിക്കാതെയുമായിരുന്നു ഉദ്ഘാടനം. ഇത് ഇലക്ഷന് മുന്നിൽ കണ്ടുള്ള നടപടിയാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി തേനൻ ഭാസ്കരൻ തന്നെ രംഗത്തെത്തിയത്. ആദിവാസി സമൂഹത്തെ വഞ്ചിച്ച റോഷി അഗസ്റ്റിൻ MLA ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. ഉടുത്ത തുണി മറിച്ചെടുക്കുന്ന പണിയാണ് MLA ചെയ്തതെന്നും തങ്ങൾ ഇതുവരെ അത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നും ചെയ്തിട്ടില്ല എന്നും തേനൻ ഭാസ്കരൻ ആഞ്ഞടിച്ചു. റോഷി അഗസ്റ്റിന് പുറകോട്ട് ഇന്നാൾ ഉദ്ഘാടനത്തിൽ തന്നെ പുള്ളി പഞ്ഞാണം പറഞ്ഞ് പുറകോട്ട് മാറി. എന്നാണ് ഇതൊക്കെ അതിന്റെ ബാക്കി തരുന്നവല്ലോ ഉത്തേച്ച് മാറിയ മാറ്റമല്ല, പഞ്ഞിയില്ല എന്ന് എനിക്ക് പറയാൻ നോക്കും. പഞ്ചനെ കാണിക്കാം ഇപ്പോൾ തന്നെ സ്ഥിരമായിട്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ കാണാനില്ലല്ലോ. എന്നിട്ട് പുള്ളി കാലും മാറി, മറവേറ്റും മാറി, തുണി ഉടുക്കണ തുണി മറച്ചു കൊടുത്താൽ കൊള്ളാം. ഞങ്ങൾ ഇന്നും അത് പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഇത്രയും വർഷമായിട്ടെങ്കിലും ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ മുതലേക്ക് അന്ന് മുതലേക്ക് കോൺഗ്രസിൽ തന്നെ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കോൺഗ്രസ് തോറ്റാലും ജയിച്ചാലും കോൺഗ്രസ് തന്നെ നാം പ്രവർത്തിക്കുന്നത്. പിന്നെ കാലുമാറുന്ന പതിവില്ല. മറ്റുള്ള മന്ത്രിമാർ മാത്രമേ കൂടെ MLAമാർ MP മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പാർട്ടിയിലേക്ക്. അതുകൊണ്ട് എന്നാ പുണ്യകരിക്കുന്നു. അന്ന് നമ്മളെ ഭരണം പോകാത്തരത്തിലുള്ള കാലം ഇപ്പൊ കാണുന്നില്ല. എന്തെല്ലാം ദുരിതം വന്നിരിക്കുന്ന കേരളം ഒന്നുമില്ല നയിച്ചു വരുന്നു. ഇപ്പം ലാട്ട് കൊണ്ടുവന്നൊരു പനിയും കൂടെ ഇളക്കി. ഇപ്പൊ ആ പനി കാരണം നമുക്ക് വെളിയിൽ പോലും പുറപ്പെടാൻ നൂർത്തില്ലാതെ. കൊലുമ്പൻ കോളനിയിൽ നിന്നുള്ള ഒരാൾ ജയിച്ചു വന്നാൽ കൊലുമ്പൻ സമാധിയുടെയും കോളനിയുടെയും നവീകരണത്തിന് അത് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തേനൻ ഭാസ്കരൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്ക് ഉണ്ടാകുകയും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ ഒരു ഫലം കിട്ടണം. നമ്മൾ ചെന്നൊരു കാര്യം പറഞ്ഞാൽ മെമ്പർ കൃത്യമായിട്ട് അത് ചെയ്തു തരുമെന്ന് ഉള്ളൊരു ഉറച്ചൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ആ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്കൊരു 30 വോട്ടിന്റെ ഒരു കുറവ് വന്നതേ ഉള്ളൂ. ആ 30 വോട്ടും കൂടെ ഉണ്ടായിരുന്നാൽ ഞങ്ങൾ പഞ്ചായത്ത് പിടിച്ച് ഇവിടെ ഭരണം കിട്ടിയെന്തായാലും ഇതിനെക്കാട്ടി കൂടുതൽ ഗംഭീരനായിട്ട് ഇത് പണിത് പോയിരുന്നു. ജനറൽ സീറ്റായിരുന്ന വാഴത്തോപ്പ് പഞ്ചായത്ത് 12ാം വാർഡ് ഉൾപ്പെടുന്ന കൊലുമ്പൻ കോളനിയിൽ UDF നിർത്തിയിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രമേശ് പൊന്നാട്ടിനെയാണ്. കോളനിയുടെയും വാർഡിന്റെയും വികസനത്തിനായി ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകുമെന്നും രമേശ് പൊന്നാട്ടും പ്രതികരിച്ചു. സംസ്ഥാനത്തെ അക്ഷയ ജനസേവന കേന്ദ്രങ്ങളുടെ 18ാമത് വാർഷികം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി കരിമണ്ണൂർ പള്ളിക്ക് സമീപം റിച്ചാർഡ് ആൻഡ് റസൽ ബിൽഡിംഗ്സിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിൽ
കരിമണ്ണൂർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VJ ചെറിയാൻ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 2002 സ്ഥാപിതമായ അക്ഷയ ജനസേവന കേന്ദ്രം 18 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഏറെ ആശ്വാസവും ആശ്രയ കേന്ദ്രവുമായ അക്ഷയ കേന്ദ്രങ്ങൾ ഏറെ മാതൃകാപരമായാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. സർക്കാർ സേവനങ്ങൾ തുച്ഛമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും പൊതുജനങ്ങളുടെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിലെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്നതിൽ അക്ഷയ സെന്റർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അക്ഷയ സെന്ററുകളെ ജനം നെഞ്ചേറ്റിയതോടെ ഇതിന്റെ പിന്നാലെ അനധികൃത ഓൺലൈൻ സെന്ററുകളും അക്ഷയകൾ എന്ന വ്യാജേന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികൾ ജില്ലാ കളക്ടർ ആരംഭിച്ചു കഴിഞ്ഞു. റേഷൻ കാർഡ്, പെൻഷൻ മസ്റ്ററിംഗ് അടക്കമുള്ളവ അക്ഷയ സെന്ററുകളിലൂടെ നടപ്പാക്കിയതിലൂടെ സമയബന്ധിതവും കൃത്യവുമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിനാൽ മുഖ്യമന്ത്രിയുടെ പ്രശംസയ്ക്കും അക്ഷയ സെന്ററുകൾ അർഹമായി. അക്ഷയ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ സെന്ററുകൾ കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി കരിമണ്ണൂർ പള്ളിക്ക് സമീപം റിച്ചാർഡ് ആൻഡ് റസൽ ബിൽഡിംഗിൽ IDK 047 നമ്പറിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിൽ കരിമണ്ണൂർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VJ ചെറിയാൻ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. 2002 നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അദ്ദേഹം വിഭാവനം ചെയ്ത സംസ്ഥാന സർക്കാരിൻ്റെ അക്ഷയ പദ്ധതി അത് ഇന്ന് നവംബർ 18-ാം തീയതി 18 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ പൂർത്തീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ സംസ്ഥാനം വ്യാപകമായിട്ട് അക്ഷയ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കരിമണ്ണൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അക്ഷയ സെൻറ്ററിൽ അക്ഷയ ദിനാചരണം നടത്തുകയാണ്. ഈ അവസരത്തിൽ ഇതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഇത് നടത്തുന്ന സിനോജ്, അതുപോലെ ഇതിൻ്റെ ജീവനക്കാരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും. യോഗത്തിൽ അക്ഷയ കേന്ദ്രം സംരംഭകൻ സിനോജ് എന്നെ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ 2013 സ്റ്റാർട്ട് ചെയ്ത ടൗൺ അക്ഷയ കേന്ദ്രം ഇപ്പോൾ പഞ്ചായത്തിനടുത്തുള്ള റിച്ചാർഡ് ആൻഡ് റസൽ ബിൽഡിങ്ങിൽ 2000 സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പൊതുജനങ്ങൾക്കുള്ള എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 8ഓളം സ്റ്റാഫുകൾ നമുക്ക് കാര്യക്ഷമമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതിൽ മെയിനായിട്ട് നമ്മൾ ആധാർ സർവീസാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ വില്ലേജിൻ്റെ സർവീസുകൾ, മോട്ടോർ വാഹന വകുപ്പിൻ്റെ സർവീസുകൾ, പേയ്മെൻറ്റുകൾ എല്ലാം നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബിസിനസ് വാർത്ത. കേരളീയ ഭക്ഷ്യോൽപാദന നിർമ്മാണ വിപണന രംഗത്ത് ഉയർന്ന ഗുണമേന്മ കൊണ്ടും പാരമ്പര്യ തനിമ കൊണ്ടും മലയാളികളുടെ അംഗീകാരം പിടിച്ചുപറ്റിയ ഫിലോമിനാസ് ഫുഡ്സിൻ്റെ വിൽപ്പനശാല തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കല്ലേൽ കോംപ്ലക്സിൽ ഫിലോമിനാസ് ഫുഡ്സ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ വിവിധങ്ങളായ തനതു രുചിക്കൂട്ടുകൾ ഇവിടെ ലഭ്യമാണ്. ഫാമിലിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ തന്നെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ തൊടുപുഴയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്.
സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കുറേ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇത് എല്ലാ ഐറ്റംസും നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു സംവിധാനം തൊടുപുഴയിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു. ഇവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇനിയും പുതിയ സംരംഭങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം ഇന്നെല്ലാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ പുറകെയാണ് ആളുകളെല്ലാം. കാരണം ഒന്നും മായം ചേർക്കാത്ത ഏറ്റവും നല്ല എന്താ പറയുക, നമ്മുടെ ഒരു വീട്ടിലുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് വിറ്റഴിക്കുന്ന ഒരു ബ്രാൻഡ് എന്നുള്ള നിലയിൽ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് വിലോമനാസ് നമുക്കെല്ലാം അറിയുന്ന ബ്രാൻഡാണ്. അത് തൊടുപുഴയിൽ എത്തിച്ച നമ്മുടെ ബിജുവിനും അഗസ്റ്റിനും അതിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. ദോഹ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ബോട്ടിക് വാഴക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. മഞ്ഞളൂർ സഹകരണ ബാങ്കിന് സമീപമാണ് ദോഹ ബ്യൂട്ടി ക്ലിനിക് പ്രവർത്തനം തുടങ്ങിയത്. വാഴക്കുളം സെൻറ്റ് ജോർജ് ഫൊറോനാപ്പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകളിൽ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ കളരിക്കൽ ബസാറിലുള്ള ദോഹ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് സ്പാ സഹോദര സ്ഥാപനമാണ്. ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ബ്യൂട്ടി ഇന്ന് തുടങ്ങുകയാണ്. നമുക്കറിയാം ദീർഘകാലമായിട്ട് 15 വർഷക്കാലമായിട്ട് തൊടുപുഴയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇത്. അതിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ് ഇന്ന് വാഴക്കുളത്ത് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഒട്ടേറെ കാലമായിട്ട് ഈ രംഗത്തുള്ളതുകൊണ്ട് നല്ല സേവനം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ശാഖ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. നവംബർ 20 മുതൽ തൊടുപുഴ എവർഷൈൻ ജംഗ്ഷനിലുള്ള പാടത്തിൽ സിറ്റി സെന്ററിലാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖ ആരംഭിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കേരളത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. നിലവിൽ 10 ശാഖകളാണുള്ളത്. 1 വർഷത്തിനകം ഇരട്ടിയാക്കും. 2 വർഷത്തിനകം 25 ബ്രാഞ്ചുകളും മേഖലാ ഓഫീസും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് MD-യും CEO-യുമായ മലയാളി AS രാജീവ് അറിയിച്ചു. കോട്ടയം ആർപ്പൂക്കര ഏറത്ത് കുടുംബാംഗമായ രാജീവ് മഹാരാഷ്ട്രയിലെ SLBC ലീഡ് ബാങ്കായ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ തലപ്പത്ത് എത്തിയ ശേഷം വൻ വളർച്ചയാണ് ബാങ്കിനുണ്ടായത്. ആകെ ബിസിനസ് 2.62 ലക്ഷം കോടിയായി വർദ്ധിച്ചു. വായ്പകൾ 1.04 ലക്ഷം കോടിയിലെത്തി. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 20% മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതിനാൽ 20 ലക്ഷം കോടി വായ്പ സംസ്ഥാനത്താകെ വിവിധ ബാങ്കുകൾക്കായുണ്ട്. പലപ്പോഴായി ബാങ്കിന് നഷ്ടപ്പെട്ട ഇടപാടുകാരെ തിരികെ കൊണ്ടുവരാൻ ഘർ വാപ്പസി പദ്ധതിയും നടപ്പാക്കുന്നു. ഓരോ ത്രൈമാസത്തിലും സ്വർണ്ണപ്പണയ വായ്പ 1000 കോടി വീതം വർദ്ധിക്കുന്നു. സാമ്പത്തിക വർഷം അവസാനം ആകുമ്പോഴേക്കും സ്വർണ്ണ വായ്പ 3000 കോടിയിലെത്തും. കുറഞ്ഞ പലിശ നിരക്കായ 7.35% മാത്രം ഈടാക്കുന്നു എന്നതാണ് പ്രധാന ആകർഷണം. പണയത്തിന്മേൽ 20 ലക്ഷം വരെ സ്വർണ്ണ വായ്പ കൊടുക്കും. കേരളത്തിൽ ആഴ്ചകൾക്കകം ഗുരുവായൂരിലും തൊടുപുഴയിലും കഴക്കൂട്ടത്തും ബ്രാഞ്ചുകൾ തുറക്കും. ഈ വർഷം തന്നെ ഇന്ത്യയിലാകെ 150 ബ്രാഞ്ചുകൾ തുറക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിലും 10 എണ്ണം സ്ഥാപിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തൊടുപുഴ ശാഖ നവംബർ 20 തൊടുപുഴ എവർഷൈൻ ജംഗ്ഷനിൽ പാടത്തിൽ ടൗൺ സെന്ററിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സോണൽ മാനേജർ രാജേഷ് കുമാർ, ബ്രാഞ്ച് മാനേജർ AR അനുപ്രിയ എന്നിവർ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9:15 ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര MD-യും CEO-യുമായ AS രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. അവസാന ദിവസം വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഭൂപതിവ് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M ജോസഫ് വിഭാഗം നടത്തിവരുന്ന റിലേ സത്യാഗ്രഹത്തിന് ഫലമുണ്ടായെന്ന് PJ ജോസഫ് MLA. തൊടുപുഴയിൽ സ്കൂട്ടർ യാത്രികരുടെ മേൽ മരം ഒടിഞ്ഞു വീണ ഒരാൾക്ക് പരിക്കേറ്റു. മോർ ജംഗ്ഷന് സമീപം പാണക്കാട്ട് ഫർണിച്ചർ മാർട്ടിനടുത്താണ് അപകടം. ഒരു കുടുംബത്തിലെ 3 പേർ 3 മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡായ വണ്ടമറ്റത്താണ് വാൾണിയ കിഴക്കൽ കുടുംബക്കാരുടെ പോരാട്ടം. തൊമ്മത്തുകാരുടെ സ്വന്തം പോസ്റ്റ്മാൻ വിരമിച്ചു. 40 വർഷത്തെ സേവനത്തിന് ശേഷം ആദ്യ പോസ്റ്റ്മാനായ കളപ്പുരയ്ക്കൽ വർഗീസ് വ്യാഴാഴ്ച സർവീസിൽ നിന്നും വിരമിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. I like it. One India, one gold rate. ഇതാണ് മലബാർ പ്രോമിസ്. തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖകരമായ താമസത്തിന് സിനമൺ കൗണ്ടി. ആദം സ്റ്റാർ കോംപ്ലക്സിന് സമീപം കല്യാൺ ജ്വല്ലറിക്ക് എതിർവശം, തൊടുപുഴ. റോയൽ എന്നും നിങ്ങളോടൊപ്പം. എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. K പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർ ഗാർഡൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം.
firstcry.com ഇപ്പോൾ തൊടുപുഴയിലും. ബിഗ് സ്റ്റോർ ഫോർ ലിറ്റിൽ വൺസ്. firstcry.com, Affinity Towers, കോതായിക്കുന്ന് ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫോൺ 8156885656. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, JK ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂ മാർട്ട്, തൊടുപുഴ.